അടിപൊളി ഒരു തിരുവാതിരയൊക്കെ കണ്ട് ഇവിടെ ആസ്വദിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോവുക. എനിക്ക് ഈ വീട്ടിൽ വന്നപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്തൊക്കെയുണ്ട്? അടിപൊളി. ഈ തലമുടി എൻ്റെ ദൈവമേ സൂപ്പറാണ്. ഇപ്പം ഇത്രയും ഗ്ലാമർ ആയത് എൻ്റെ പൊന്നെ പണ്ട് എന്തുമായിരിക്കും. സുന്ദരിയായിരുന്നു. ഒരുപാട് പേര് നോക്കുമായിരുന്നു. നമ്മൾ റോഡിലൊക്കെ കൂടെ പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ പിള്ളേർ നോക്കുമായിരുന്നു. അപ്പം ഞാൻ വേറെ അറിഞ്ഞു കേട്ടെ, നമ്മൾ നോക്കുമായിരുന്നു. കേട്ടില്ല? എത്ര വയസ്സുണ്ടമ്മേ? അതൊന്നും ഒരു നമ്പറല്ല കേട്ടോ. ഞങ്ങളുടെ 103 വയസ്സുള്ള അമ്മയുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച കാനഡയിൽ പോയിട്ട് ഇങ്ങനെ പോയിരുന്നു. ഒറ്റയ്ക്ക് അങ്ങ് പോയി. കാനഡയിലെ ചുമ്മാ കാശൊന്നും നോക്കിയില്ല. ഒരു കാർ വിളിച്ച് നേരെ എയർപോർട്ടിൽ പോയി നേരെ കാനഡയിൽ പോയിട്ട് മോനെ കണ്ടിട്ട് ഇങ്ങനെ പോരുന്നത്. നമുക്കതുപോലെ പോണ്ടായോ? അത് ഇവരോട് നമുക്ക് തിരുവാതിര കളിക്കാൻ അങ്ങ് ദുബായി പോയാലോ? ഇന്നെന്താ നമ്മൾ പോവും കേട്ടോ. അടിപൊളി. എന്താ പേരെന്തുവാ? ഈ വീട്ടുപേരെന്തുവാ? അടിപൊളി. ഇപ്പം പങ്കജാക്ഷമ്മയ്ക്ക് അടിപൊളി കേട്ടോ. ആഹാ നല്ല സോഫ്റ്റ് കേട്ടോ. അത് ശരി. കൊണ്ടുതന്നെ അത് ശരി. അപ്പൊ അതുകൊണ്ടാ മലപ്പുറം താമസിക്കാന്നോ? എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അറിയാം. അപ്പൊ വന്നപ്പോ ആരാണ്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ എന്നായിരുന്നു കാച്ചിലും പുഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്ന പരിപാടി? തിരുവാതിര ആ ഒരു പ്രത്യേക ദിവസം നമുക്ക് കാച്ചിലൊക്കെ ധനുമാസ തിരുവാതിരക്ക് ഞങ്ങൾ ഇതുപോലെ സന്ധ്യക്ക് ഇവിടെ ഇരുന്ന് കൂടി അപ്പോഴത്തേന് ചേമ്പും കാച്ചിലൊക്കെ പുഴുങ്ങി കട്ടനും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ തന്ന് ഞങ്ങൾ ഒരു 9 മണി വരെയൊക്കെ ഇവിടെ ഇരുന്നു. കാര്യം നിങ്ങൾ കളിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉഷാറായി കേട്ടോ. പോകണമെന്ന് തോന്നുന്നില്ല. അടിപൊളിയായി കേട്ടോ. എല്ലാവരെയും പഠിപ്പിക്കാനൊക്കെ ഉണ്ട്. അമ്മമാരൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. തീർച്ചയായിട്ടും അസുഖമൊക്കെ മാറുമല്ലേ. ഈ വൈദ്യന്മാർ ഞങ്ങളെ ഇനി ഓടിക്കുമെന്നോ? വൈദ്യന്മാരെ പണി കളയും കേട്ടോ. ഷുഗറും പ്രഷറും എല്ലാം അങ്ങ് പോവല്ലയോ. അമ്മമാരെ എന്ത് വൈബായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. വീട് മൊത്തം ആൾക്കാരാ കേട്ടോ. എല്ലാം ചിരിയുടെ ഹോൾസെയിൽ ആൾക്കാരാ. ഇവിടെ സങ്കടങ്ങളില്ലല്ലയോ, സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചിന്തിക്കുന്നില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ ഒന്നിനെ ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നു തമാശ പറഞ്ഞു ചിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി അതൊക്കെ ഉണ്ട്. ശരി, ട്രോളൊക്കെ ഉണ്ടല്ലയോ. അടിപൊളി. പിന്നെ എന്താ വേണം? ആണ്ടോ ഒരാൾ നിൽക്കുന്നുണ്ടോ? അടിപൊളിയായിട്ടാ നിൽക്കുന്നത്. ഈ ഇവിടെ തിരുവാതിര കളിച്ചതിന്റെ ഒരു ക്ഷീണവും ഇല്ലല്ലേ. കണ്ടേ കവളൊക്കെ കണ്ടോ? നമ്മളെ സിനിമാ നടിമാരുടെ കവളൊക്കെ ഇരിക്കുന്നതിനൊക്കെ. പിന്നെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈബിലായി. അപ്പോൾ ഇതാണ് ഒരു തിരുവാതിര ടീം എങ്ങനെയായിരിക്കണം, അവരുടെ വൈബ് എങ്ങനെയായിരിക്കണോ അത് തെളിയിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ടീമിൻ്റെ പേരെന്താ അത് പറഞ്ഞില്ല? കളഭം. കളഭം തരാം. ആ പാട്ടിനെ പോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളി സെറ്റപ്പിലാണ്. എല്ലാവരും അടുക്കളയിലല്ലേ, അപ്പം വെറുതെ ഒരു മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് എങ്ങും പോകുന്നില്ല, നമ്മൾ മാത്രം ഇവിടെ കളിക്കുക വൈകുന്നേരങ്ങളിലൊന്ന് കൂടാമെന്ന് വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ തുടക്കം ഇതായി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, കടൂർ ശ്രീനാഗരാജ ദേവീക്ഷേത്രം. അവിടെ ഞങ്ങളൊരു അരങ്ങേറ്റം എന്തായാലും കളിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു അരങ്ങേറ്റം അവിടെ നടത്താമെന്ന് വിചാരിച്ച്. മാർച്ച് 3-ാം തീയതി ഞങ്ങളുടെ ഉത്സവമായിരുന്നു. അപ്പോൾ മാർച്ച് 3-ാം തീയതി ഞങ്ങളവിടെ അരങ്ങേറ്റം കളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തും വേതാളങ്കാവ് എന്ന് പറയുന്ന അമ്പലത്തിൽ ഞങ്ങൾക്ക് അവിടെ കളിക്കണമെന്ന് തോന്നി, അവിടെ കളിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ അവസരങ്ങൾ വന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾക്കൊരു അമ്പലത്തിൽ അവസരം കിട്ടി. ഇനിയിപ്പോൾ 2-3 എണ്ണം വന്ന് കിടപ്പുണ്ട് ഒറ്റയ്ക്കാട് എന്ന അമ്പലത്തിൽ. ഈ തിരുവാതിര തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? തിരുവാതിരയോട് എല്ലാവർക്കും ഒരു ഇഷ്ടം. ഒന്നുമില്ല, ഈ അടുക്കള ഇരിക്കുന്നോണ്ടൊരു മെയിലും നനങ്ങാൻ വേണ്ടിട്ട് ചുമ്മാ തുടങ്ങിയതാ. കുഴപ്പത്തിനെല്ലാം കാരണം ഈ കൊച്ചാട്ടോ. പ്രായമുള്ള പ്രായമുള്ള അമ്മമാർക്ക് എന്തായാലും ഡാൻസ് മറ്റുള്ള കാര്യങ്ങൾ പറ്റില്ല. അപ്പൊ തിരുവാതിര ആകുമ്പോ എല്ലാവർക്കും അങ്ങനെ തിരുവാതിര കളിക്കാൻ വന്നപ്പം അത് പിന്നെ കൈകൊട്ടിക്കളിയിലേക്ക് എല്ലാവർക്കും ഒരു താല്പര്യം വന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കളിയൊക്കെ തുടങ്ങുന്ന നടുവേനൊക്കെ ഉള്ള അമ്മമാരുടെ നടുവേനൊക്കെ മാറി കൊളസ്ട്രോൾ കുറഞ്ഞു, ഹൈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ആയിട്ട് വന്നവരായിരുന്നു. ഇപ്പൊ അവർക്കൊക്കെ അത്ഭുതമായി. ഡോക്ടർമാരുടെ പണി കളയുമെന്ന് തോന്നുന്നു. കാലും കൈയും ഒന്നും ആർക്കും വഴങ്ങില്ലായിരുന്നു. തുടങ്ങിയപ്പം ഒന്നും വയ്യായിരുന്നു. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല, ചാടാനൊക്കെ ഒരു ഇത് വന്നു. നല്ലപോലെ ചാടിക്കളിക്കും. കളിക്കാൻ ഇച്ചിരി പാടാണ്. ഇപ്പൊ ചാട്ടക്കളി കൈകൊട്ടിക്കളിയൊക്കെ നല്ലോണം കളിക്കും. വലിയ വളരെ ഫേമസ് ആയിട്ടുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കൈകൊട്ടിക്കളിയിൽ. ആലപ്പുഴ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ഇപ്പൊ കേരളവും അല്ല ലോകം മൊത്തം പ്രശസ്തിയായിക്കൊണ്ടിരിക്കുക ഈ കൈകൊട്ടിക്കളി അതുപോലെയൊക്കെ. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ തിരുവാതിരയൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്
അതിനുള്ളൊരു ഇൻസ്പിറേഷൻ നിങ്ങൾ കാരണമാവുക. കുറച്ച് അമ്മമാർ ഇതിന് കൂട്ടു നിൽക്കുക. ഈ അമ്മമാരുടെ മക്കളുമാരൊക്കെ എന്താ പറയുന്നു? അവരൊക്കെ ഹാപ്പിയാണ്, നല്ല സപ്പോർട്ടാണ്. ആരെങ്കിലും പറയൂ എൻ്റെ അമ്മയെ കൊണ്ട് മറിച്ചിട്ട് കൈയും കയറി ഓടിക്കാനാണോ കൊണ്ടുവന്ന് ചോദിക്കൂ? കൈ ഒടിഞ്ഞിട്ടും ഉണ്ട് ഇല്ലയോ? അത് തിരുവാതിര കളിച്ചിട്ടല്ല, വണ്ടിയേന്ന് ജസ്റ്റ് ഒന്ന് വീണിട്ട് കൈ ഒടിഞ്ഞു. പക്ഷെ ആ ആന്റി ഞങ്ങളുടെ അരങ്ങേറ്റത്തിന്റെ അന്നായിരുന്നു. ശരി. ആ ആന്റി വന്ന് കളിച്ചു, ഞങ്ങളുടെ കൂടെ കളിച്ച് അത്രയ്ക്ക് പാഷൻ ഉണ്ട്. അപ്പൊ കൈ ഒടിഞ്ഞിട്ട് നമ്മളത് വിട്ട് കളഞ്ഞില്ല, നമ്മൾ കളിച്ചിട്ടാ പോയതല്ലയോ? അടിപൊളി. അപ്പൊ ഇതിനകത്ത് എത്ര വയസ്സുള്ള അമ്മമാരൊക്കെ? ഈ അമ്മമാരെ ഒന്നും കണ്ട വലിയ പ്രായമൊന്നും പറയത്തില്ല, എന്നാലും ഐഡന്റി കാർഡിനകത്ത് എത്ര ഉണ്ട്? അത് തിരുവാതിര കളിച്ച് പ്രായം കുറഞ്ഞ 73 വയസ്സ്, 65 വയസ്സ്, 60 വയസ്സ്, 54, എല്ലാരും 50 വയസ്സിൽ കൂടുതൽ. ഞാനാണ് ഇവരുടെ അമ്മ അതിൽ കുറവാണ്. അത് ശരി. അപ്പം പ്രായം കുറയാൻ ഏറ്റവും നല്ലൊരു എക്സസൈസും കൂടാ ഇല്ലയോ? ഫെയർ ആൻഡ് ലവ്ലി വേണ്ട. അപ്പൊ തിരുവാതിര കളിച്ചാൽ ഇങ്ങനെയുണ്ട് കുറച്ച് ഗുണങ്ങൾ എന്നുള്ള നമ്മുടെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒന്ന് അറിയട്ടെ ഇല്ലയോ? നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരെന്തോ പറയുന്നത്, അവരുടെ അഭിപ്രായം കേൾക്കട്ടെ. ഈ തിരുവാതിര കളി വീട്ടിൽ കൊണ്ടോ? ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കളിക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡും എന്റെ അമ്മായിമ്മ നല്ല സപ്പോർട്ടാണ്. നല്ല അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഹസ്ബൻഡിനേക്കാൾ കൂടുതലാണ് അമ്മായിമ്മയ്ക്ക് നല്ല സപ്പോർട്ടാണ്. അമ്മ നല്ല സപ്പോർട്ട് ചെയ്ത് തന്നെ വിടുന്നുണ്ട്. സമയമാകുമ്പോ 4 മണിയാകുമ്പോഴേ ചോദിക്കും പോകുന്നില്ലേ കളിക്കുന്നില്ലേ. ഈ കലാപാരമ്പര്യം നമ്മുടെ കുടുംബത്തിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലൊരു കലാപാരമ്പര്യം ഉണ്ടായിരുന്നോ? ഇവരുടെ അച്ഛൻ പഠിക്കുന്ന സമയത്തൊക്കെ നാടകമൊക്കെ ചെയ്ത് ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളു. അല്ല ഇവരാരും അറിയത്തില്ല ഒന്നും. ഇവര് പോലും ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, രണ്ടുപേരും പഠിച്ചിട്ടില്ല. അച്ഛനുണ്ട്. സാധാരണ ഈ ഇവരുടെയൊക്കെ പ്രായത്തിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയത്ത് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് നല്ല ഒരു നാടൻ പെൺകുട്ടികളെ പോലെ അവരിങ്ങനെ തിരുവാതിരയൊക്കെ ആ ചിരി കേട്ടോ, അതാ അടിപൊളി ചിരിയാ കേട്ടോ. ഒരു 100 മാർക്ക് അതിനുണ്ട്. അപ്പം ആരാ ശരിക്കും രണ്ട് ഗുരുക്കളുണ്ടല്ലേ? തുടങ്ങിയത് ഈ തിരുവാതിരയുടെ ബേസിക് അറിയാത്ത കുറച്ച് ചേച്ചിമാരുണ്ട്. തിരുവാതിര എന്ന കാര്യത്തിന്റെ ബേസിക് അറിയാത്ത കുറച്ച്. തിരുവാതിരയ്ക്ക് കുറെ വകഭേദങ്ങളുണ്ടോ അതോ തിരുവാതിര ഒന്നൊരു ശ്രദ്ധിച്ചിട്ടില്ല? പക്ഷെ ഇവര് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നോക്കും. ഇവര് കളിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന സ്റ്റെപ്പ് എടുത്ത് ഇപ്പം അതേ സ്റ്റെപ്പ് ഒന്നും എടുക്കത്തില്ല, ഞങ്ങൾ ഇവരെ കൊണ്ട് പറ്റുന്ന കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എടുത്ത് അവർക്ക് കൂടെ ബോഡി ലാംഗ്വേജിനുമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടെത്തുന്നില്ലേ? എല്ലാം നമ്മളുടെ ഗവേഷണ നിരീക്ഷണ ഫലമായിട്ടുള്ള ചുവടുകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ചുവടുകളൊക്കെ കണ്ടാലോ? അവർക്ക് മുദ്രയും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ അവരായിട്ട് തന്നെ അതൊക്കെ നിരീക്ഷിച്ചെടുത്ത് നമ്മൾ നമ്മുടേതായ മുദ്ര പതിപ്പിക്കുക അതിനകത്തല്ലയോ? ഞങ്ങൾ പഠിച്ചിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ടാലന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ.